ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്ലോറിംഗ് വണ്ണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാലക്കാടാണുള്ളത്. അപ്പോഴും നമ്മൾ ഒരു ലൊക്കേഷൻ തേടിയുള്ള ഒരു യാത്രയിലാണ്. വളരെ യാദൃശികമായിട്ട് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ന് നമ്മൾ പാലക്കാട് കൽപ്പാത്തി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കൽപ്പാത്തിയിലുള്ള വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കൽപ്പാത്തി അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് പൊള്ളാച്ചി കോയമ്പത്തൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് ആക്ച്വലി വരുന്നത് നമ്മളെ മുതലമട എന്ന് പറയുന്നൊരു ഏരിയ. ആക്ച്വലി അത് മാംഗോ സിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം ഒരുപാട് മാങ്ങ അവിടുന്ന് കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്, കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മാങ്ങകൾ കയറ്റുമതി ചെയ്യുന്നത് ഇവിടുന്നാണ്. മുതലമട, കൊല്ലംകോട് ഏരിയ, ആ ഏരിയയിലാണ് അധികം മാങ്ങ, മാവ് അതുപോലത്തെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മളിങ്ങനെ പാലക്കാടിൻ്റെ ടൗണും വില്ലേജ് ഏരിയ എല്ലാം മൊത്തം ആസ്വദിച്ച് അങ്ങനത്തെ ഒരു യാത്രയിലാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈവേ കഴിഞ്ഞു കുറച്ചുകൂടെ ഒരു കനാല് ക്രോസ് ചെയ്ത് കഴിഞ്ഞ പാട് നമുക്ക് ഒരു ലെഫ്റ്റിലോട്ടൊക്കെ ഒരു ടേണിംഗ് ഉണ്ട്. കനാൽ സൈഡാണിത്, മലമ്പുഴ കനാലാണ്. അതിൻ്റെ സൈഡിലൂടെയുള്ളൊരു ചെറിയൊരു കട്ട് റോഡാണ്. ഇതിപ്പം ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പം അൺനോൺ റോഡ് എന്നൊക്കെയാണ് ഇതിന് കാണിക്കുന്നത്. അപ്പം ഇതുവഴിയാണ് നമുക്ക് മുതലമട പോകാനുള്ള ഒരു റൂട്ട് പറയുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് റോഡിൻ്റെ ഇരുവശങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മൊത്തം പാടങ്ങളും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു ടൈമാണ്. ഈവൻ മഴക്കാലത്ത് വരുവാണെങ്കിൽ നമുക്ക് ഫുൾ ഗ്രീനറി ആയിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റും, മൊത്തത്തിലൊരു പച്ചപ്പൊക്കെ ആയിട്ട്. എന്നാലും ഇപ്പോഴും കുഴപ്പമില്ല, നല്ല കാറ്റും നല്ലൊരു ആംബിയൻസാണ് ഈ റോഡിലൂടെ യാത്ര പോകുമ്പോൾ. അപ്പോൾ നമ്മളിതുവഴി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരുപാട് ദൂരം, ഇങ്ങനെ കുറച്ച് ദൂരം പോകാനുണ്ട് പാലക്കാട് ടൗണിൽ നിന്ന്. അപ്പം ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. നമുക്ക് ഇവിടുന്ന് മലമ്പുഴ കനാൽ ആ റോഡ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചിറ്റൂർ കൊല്ലംകോട് റൂട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. കൊല്ലംകോട് നിന്നാണ് നമുക്ക് മുതലമടയിലേക്കുള്ള റൂട്ട് വരുന്നത്. അപ്പം നമുക്കിങ്ങനെ ഒരു ജംഗ്ഷൻ, അപ്പോൾ നമ്മൾ കൊല്ലംകോട് എത്തിയിരിക്കുകയാണ്. കൊല്ലംകോട് നിന്ന് ഇവിടെ മീങ്കര ഡാം എന്ന് പറഞ്ഞിട്ട് കാണാം. അതൊരു ഡാമാണ്, നമ്മൾ മുതലമട ആ സൈഡിലുള്ളൊരു ഡാമാണ്, ചെറിയൊരു ഡാമാണ്. അപ്പം കൊല്ലംകോട് നിന്ന് ആ മുതലമടയിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഒരുപാട് സ്ട്രെയിറ്റ് റോഡ് കാണാം കുറച്ച് ദൂരത്തിലേക്ക്. അപ്പം ഇതിൻ്റെ ഇരുവശങ്ങളും പാടങ്ങളും ഒട്ടനവധി പനകളൊക്കെ കാണാം നമുക്ക്. അപ്പം ഇതിൻ്റെ വലത് സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സീതാർകുണ്ട് എന്ന് പറഞ്ഞ ആ മലനിരകൾ കാണാം. നമുക്ക് അതിൻ്റെ ടോപ്പാണ് നെല്ലിയാമ്പതി. നമുക്ക് സീതാർകുണ്ട്, വെള്ളച്ചാട്ടം അതുപോലെയുള്ളതൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പം മുതലമട ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. കൊല്ലംകോട് നിന്ന് നമ്മൾ ഗോവിന്ദപുരം റൂട്ടിൽ മുതലമട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് സ്റ്റേഷൻ്റെ ബോർഡ് കാണാം, ജംഗ്ഷൻ തിരിഞ്ഞപാട്. അപ്പം അവിടുന്ന് ഒരു 5.2 കിലോമീറ്റേഴ്സാണ് എഴുതി കാണിച്ചിട്ടുള്ളത് അവിടെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ ജംഗ്ഷനാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് ചോദിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്തായാലും റോഡ് അരികിലൊക്കെ. അപ്പം ആ രീതിയിൽ ചോദിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഒരു മാവെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ ആൾക്കാർ എന്ന് തോന്നുന്നു. കാരണം അത്രയും ഏറെ പ്രസിദ്ധമാണ് മാമ്പഴം അതുപോലെയുള്ള മാവും കാര്യങ്ങളൊക്കെ.
വളരെ ഒരു ഉള്ളോട്ടുള്ള ഗ്രാമാന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല, മൊത്തം ഒരു കാടൊക്കെ നിറഞ്ഞ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ റോഡ് പോകുന്നത്. നേരെ എത്തുന്നത് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിംഗ്. ശരിക്കും ഒരു തിരക്കും ഒന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി ട്രെയിൻസൊന്നും ഇവിടുന്ന് പോകുന്നതല്ല, വല്ലപ്പോഴും ഉള്ള ട്രെയിൻസേ ഉള്ളൂ. അതും പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലുള്ള ബ്രോഡ് ഗേജ് ആണിത് വരുന്നത്. മീറ്റർ ഗേജ് ആയിരുന്നു, 2015 ബ്രോഡ് ഗേജായി അത് ഈ റൂട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അതൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫേമസ് ഫിലിംസ് ആയിട്ടുള്ള വെട്ടം, അതുപോലെ മേഘം, ഒരു യാത്രാമൊഴി, അതുപോലെയുള്ള ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തത് മേഘത്തിലും ഒരു യാത്രാമൊഴി ആ സിനിമയിലൊക്കെയുള്ള ക്ലൈമാക്സ് സീനുകളൊക്കെ, അതായത് ഫൈനൽ സീനുകളൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോസൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഫിലിമിൽ ഈ സ്റ്റേഷനാണ് വരുന്നത്. ഇതിന് പ്രസിദ്ധമായിട്ടുള്ള ഈ സ്റ്റേഷനിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൽമരങ്ങളാണ്. ഒട്ടനവധി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമരങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പം നമ്മളിങ്ങനെ സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു വൈകുന്നേരം ഒരു 6 മണി ആ ഒരു ടൈമിലാവുമ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു ആംബിയൻസാണ്, വെയിലും ഒന്നുമില്ല, എല്ലാം ഒരു എന്താ പറയുക നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു മൂഡിലാണ് ഉണ്ടായത്. ഇതാണ് ഈ സ്റ്റേഷൻ്റെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. തൊട്ടരികിൽ തന്നെ ഒരു ടോയ്ലറ്റ് ഇതും കാണാം. ടോയ്ലറ്റൊക്കെ ക്ലോസ്ഡ് ആയിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നു ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടിയിട്ടതാവാം. കാലാവസ്ഥയുടെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6:30 അടുക്കുവാണ്. ലൊക്കേഷനിലേക്ക് വന്ന് ഇതൊക്കെ കാണാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.